ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റേക്കേഷനിലാണ് പോകുന്നത്. പോയിട്ട് വരാട്ടോ. ഞാൻ നിൽക്കുന്ന റൂം ടൂറും കാണിച്ചു തരാം. നോക്ക്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നമ്മൾ ഇന്നൊരു സ്റ്റേക്കേഷന് പോകാം കേട്ടോ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ നല്ല ഭംഗിയുള്ളൊരു സ്റ്റേക്കേഷനിലാണ് പോകുന്നത്. ഖത്തറിൽ വക്രയിലാണ് കേട്ടോ ഈ സ്റ്റേക്കേഷൻ വരുന്നത്. നമ്മൾ വക്രയിലോട്ട് അങ്ങനെ അധികം സ്റ്റേക്കേഷൻ ഒന്നും പോയിട്ടില്ലല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വക്രയിൽ സ്റ്റേക്കേഷന് പോയി നോക്കാം. സ്റ്റേക്കേഷനും ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ലേറ്റായി, നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റേക്കേഷൻ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞങ്ങൾ പോട്ടെ ചപ്പു, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. ലവ് യു, ബൈ ബൈ ബൈ. അങ്ങനെ കൃഷിനോടൊക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. വക്രയിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള റോഡാണ് കേട്ടോ. ഇനിയിപ്പം 30 മിനിറ്റ്സ് എടുക്കും വക്രയിലോട്ട് എത്താനായിട്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെയുള്ളൊരു സ്റ്റേക്കേഷൻ പോകുന്നത്. 3 മണിക്കാണ് കേട്ടോ ചെക്കിങ് വരുന്നത്. അപ്പോൾ നമ്മൾ അത് കൊള്ളിച്ചാൽ പോകുന്നത്. ഈ സമയത്ത് അധികം തിരക്കൊന്നുമില്ല കേട്ടോ റോഡിൽ, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോവാം. നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ, നമുക്ക് കയറാം. ഐസിൻ്റെ കാറ് വരയ്ക്കാൻ പോവാണ്. നമുക്ക് അകത്തേക്ക് കയറാം. നമ്മൾ കയറുമ്പോൾ ഇതാണ് ലോബി ഏരിയ. ഇവിടെ നമ്മൾ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ റൂമിന്റെ കീ കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഹെറിറ്റേജ് ഇൻ ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സ് അൽവക്രയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൽ ഒന്നെല്ലാം റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിൽക്കുന്ന റൂം ടൂറും കാണിച്ചു തരാം. നമ്മൾ നിൽക്കുന്നത് റൂം നമ്പർ 312 കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഒരു ടൂർ കാണിച്ചു തരാം. റൂമല്ല, ഇതൊരു അപ്പാർട്ട്മെൻറ്റ് പോലെയാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു 1 BHK. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കയറുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു കോറിഡോറാണ് നമുക്ക് കാണുന്നത്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ. ക്ലോസ് കിച്ചണാണ്, ഓപ്പൺ കിച്ചണല്ല. ആണോ, ഇതാണ് കിച്ചൺ. വാഷിംഗ് മെഷീനും മൈക്രോവേവും ഫ്രിഡ്ജും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫ്രിഡ്ജാണ്, ഫ്രീസർ എല്ലാം ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇത് കണ്ട യൂട്ടൻസിൽസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. എന്തോ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പാത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അവനൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ചൂടാക്കാം. അതായത് നമുക്കത് ലോങ് സ്റ്റേ ഒക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ. സിങ്കും എല്ലാം തന്നെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ നല്ലൊരു കിച്ചണാണ് കേട്ടോ. ഇതാണ് കിച്ചൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുമ്പോൾ കാണുന്നത് അവിടെ ഒരു 3 സീറ്റർ ഡൈനിങ് ടേബിൾ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതാണ് നമ്മളൊരു L ഷേപ്ഡ് സോഫയൊക്കെ ഇട്ടിട്ട് ഒരു ലിവിങ് റൂമാണ് കേട്ടോ ഇത്. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതാണ് സോഫ, ഒരു ടീ ടേബിളൊക്കെ ഉണ്ട്, ഒരു കാർപ്പറ്റൊക്കെ ഇട്ട്. ഇതാണ് നമ്മുടെ TVയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബുക്ക് ഷെൽഫ് ഇവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ കുറച്ച് ബുക്സ് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ വായിക്കാം. ഇനി ഈ കർട്ടൺ മാറ്റിക്കഴിഞ്ഞത് പുറത്തേക്കുള്ള ജനലാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒന്നും അധികം ബിൽഡിങ്സ് ഇല്ല. ഇത് വക്രയിലാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ വെറുതെ സ്ഥലം കിടക്കാണ്. അവിടെ റോഡാണ്, റോഡിലേക്ക് കൂടി വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാം. കണ്ടോ, ഇതാണ് ചെറിയ ജനലാണ് കേട്ടോ. വലിയ ഒരു ഫ്ലോർ ടു സീലിംഗ് ഹൈറ്റിലെ വിൻഡോസ് അല്ല വരുന്നത്. കണ്ടോ, ഇങ്ങനത്തെ വിൻഡോസാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ലിവിങ് റൂം വരുന്നത്. ലിവിങ് റൂമിൽ ഇങ്ങനെ കുറേ ആർട്ട് വർക്ക്സും പെയിൻറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി പോയി കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ബെഡ്റൂം വരുന്നത്. ഇതാണ് കേട്ടോ ബെഡ്റൂം. കണ്ടോ, നല്ല ഭംഗിയുള്ള ബെഡ്റൂമാണ്. കിങ് സൈസ് ബെഡാണ് വരുന്നത്. ഇത് TV റൂം. നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് ടേബിളൊക്കെ ഉണ്ട്. ഹായ്, ഇവിടെയും TV ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെയാണ് ഒരു ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഇവിടെ വരുന്നുണ്ട്. ശരിക്കും ഇവിടെ ഫ്രിഡ്ജിൻ്റെ ആവശ്യം ഉണ്ടായില്ല, പക്ഷേ ഇവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്. ഇവിടെ നമുക്ക് കോഫി മേക്കറും കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സ്ട്രാ പില്ലോസ് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് വാർഡ്രോബ് വരുന്നത്. ഉണ്ടോ, ഇവിടെ ലോക്കറുണ്ട്. പിന്നെ നമുക്ക് സാൻഡൽസ് ആണെന്നുണ്ടെങ്കിൽ അതുണ്ട്. അങ്ങനെ
സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് നോക്കാൻ നേരത്ത് ഇതേ അയണിങ് ടേബിളും അയൺ ബോക്സും പിന്നെ നമുക്ക് വിരിച്ചിടണമെങ്കിൽ അതൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബെഡിൻ്റെ ബാക്കിൽ വരുന്ന ഈ ഒരു സംഭവമാണ് കേട്ടോ. രണ്ട് ഈ ലൈറ്റൊക്കെ ഉണ്ട്, നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ കേട്ടോ. ഒരു സ്റ്റൈൽ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ വരുന്ന ഇങ്ങനത്തെ വിൻഡോസ് വരുന്നുണ്ട് പുറത്തേക്ക് നോക്കാനായിട്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ. ഒരു ഓപ്പൺ ഇങ്ങനെ വരുന്നുണ്ട്, ഓപ്പൺ ക്യാബിനറ്റ്സ് ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഇനി ഇവിടെ ഒരു വാഷ്റൂമാണ് വരുന്നത്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് വാഷ്റൂം വരുന്നത്, വേണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. ഇതല്ല, ഷവർ ഏരിയയും കൂടി ഉണ്ട് കേട്ടോ. ഇതാണ് ഷവർ ഏരിയ വരുന്നത്. നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല രസമുള്ള വാഷ്റൂമാണ് കേട്ടോ. വാഷ്റൂം ഇത് നമുക്ക് ഹെയർ ഡ്രയറൊക്കെ ബ്ലോ ഡ്രയറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ റൂം വരുന്നത്. നമ്മൾ പൂളിലേക്ക് പോയി നോക്കണ്ട അവിടെ ആളുണ്ടോ ഇല്ലയോ. വീഡിയോ എടുത്തോണ്ട് ഇന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വന്നിട്ട് അതാണ് അത് അങ്ങനെ നിർത്തിയത്. പൂൾ, ജിം, സ്പാ എല്ലാം ഒരേ ഫ്ലോറിലാണ് കേട്ടോ. റെസ്റ്റോറൻറ്റ് ഒക്കെ ഈ ഫ്ലോറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണ് ഇത്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പൂൾ വരുന്നത് ഇൻഡോർ പൂളാണ് കേട്ടോ. കണ്ടോ, കിഡ്സ് പൂളും മെയിൻ പൂളും ആയിട്ടാണ് വരുന്നത്. ഇതാണ് ഇൻഡോർ പൂളാണ് വരുന്നത്. നമ്മൾ പോയ സമയത്ത് അധികം ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റി. ഉണ്ടോ, കിഡ്സ് പൂളും ഉണ്ട് കേട്ടോ സെപ്പറേറ്റ്. പിന്നെ സ്വിമ്മിംഗ് പൂൾ നമുക്ക് ഇവിടെ അപ്പുറത്തെ സൈഡിലാണ് ജിമ്മ് വരുന്നത്. ഞാൻ ഭയങ്കര പതിയെ സംസാരിക്കുന്നുണ്ട്, കാരണം ഇൻഡോർ ആയതുകൊണ്ട് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സൈലൻസ് കേട്ടോ. ഇൻഡോർ പൂളാണ്. പിന്നെ ആക്ച്വലി നമ്മൾ സമ്മർ ടൈമിലൊക്കെ സ്റ്റേക്കേഷൻ എടുക്കുമ്പോഴത്തേക്കും ഇൻഡോർ പൂളുള്ളിടത്ത് എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ബിക്കോസ് ഭയങ്കര വെയിലാണ്. മോസ്റ്റ്ലി പൂളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും 8 to 8 ഒക്കെയാണ് ടൈമിങ് വരുന്നത്, അല്ലെങ്കിൽ 7 to 7 ഒക്കെയാണ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ടൈം പൂളിൽ ഔട്ട്ഡോർ ആണെങ്കിൽ വെയിലടിക്കും. ഇൻഡോർ പൂൾ ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. വെയിലുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സമ്മർ ടൈമിൽ സ്റ്റേക്കേഷൻ ഒക്കെ പോകുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇൻഡോർ പൂൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. എപ്പോൾ വേണമെങ്കിലും പോയി നിങ്ങൾക്ക് പൂളിൽ ടൈം എൻജോയ് ചെയ്യാം. ഔട്ട്ഡോർ പൂൾ ആണെങ്കിലും ഷെയ്ഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ മിക്കയിടത്തും റൂഫ് ടോപ്പിലാണല്ലോ പൂള് വരാ. അപ്പോഴത്തേക്കും നല്ല രീതിയിൽ വെയിൽ നമുക്ക് അടിക്കും. ഇന്ന് ഞാൻ പൂളിൽ ഇറങ്ങിയില്ല കേട്ടോ. ഐസക്ക് മാത്രമാണ് പൂളിൽ ഇറങ്ങിയത്. ഐസക്ക് കുറെ നേരം പൂളിലൊക്കെ എൻജോയ് ചെയ്യാണ്. ആ സമയത്ത് നമുക്ക് ചുറ്റും വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കിയിട്ട് വരാം. ശരിക്കും സ്റ്റീമും ബാത്തും സോനയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പുറത്തേക്കായിട്ട് പോകുമ്പോഴത്തേക്കും കണ്ടോ, അത് രണ്ടും ചേഞ്ചിങ് റൂംസ് ആണ്. പൂള് കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ സ്റ്റീം ബാത്ത് സോനയൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് വന്നിടത്ത് ഇതാണ് നമ്മുടെ പൂൾ ഏരിയ കേട്ടോ. ഇതെല്ലാം ഉണ്ട്, പക്ഷെ ഇതിപ്പോൾ ഇവിടെ വർക്കിംഗ് അല്ല, അതിൻ്റെ മെയിൻ്റനൻസിന് വെച്ചേക്കാന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. രണ്ടത് ജിമ്മിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ നല്ല രസമുണ്ട്, ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. അതാണ് ജിമ്മ്. നേരെ പോയിട്ട് അവിടെയാണ് പൂള് വരുന്നത്. അതിൻ്റെ ഇപ്പുറത്തേക്ക് ആ ആർച്ചിൻ്റെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കുമാണ് ഈ സോനയും സ്പായും ഒക്കെ ഉള്ളത് കേട്ടോ. ഇത് ആ ഫ്ലോറിൽ തന്നെ വരുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു. പക്ഷേ ഈ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്നത് ലഞ്ച് ടൈമിലല്ല, ഡിന്നർ ടൈമിലല്ല, അതിൻ്റെ അടുക്കുള്ള ഒരു സമയത്താണ്. അതുകൊണ്ടായിരിക്കട്ടെ നമ്മൾ പോയ സമയത്ത് ആരും ഇല്ലാഞ്ഞ്.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഡിന്നർ ടൈമിൽ നമ്മൾ പുറത്തുനിന്നാണ് ഇന്ന് ഡിന്നർ വാങ്ങിയിട്ടുള്ളത്. ഇവിടെ നിന്നല്ല, നമുക്ക് ഡിന്നർ ഇൻക്ലൂഡഡ് അല്ല പാക്കേജിൽ. അപ്പോൾ നമ്മൾ പുറത്ത് ഡയറ്റ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചേക്കുന്നത്. ഡയറ്റൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡയറ്റ് ഹൗസിൽ നിന്ന് വാങ്ങിയാണ്. ഇതാണ് കേട്ടോ നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. ഗ്രിൽ ചിക്കൻ ആൻഡ് വെജീസ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഐസക്കും സെയിം തന്നെയാണ് ഓർഡർ ആക്കിയിട്ടുള്ളത്. എനിക്ക് ആ ലെമൺ ഇഷ്ടമല്ല, അതാണ് ഞാൻ ഐസക്കിന് കൊടുത്തത്. ഇതിൻ്റെ ഒപ്പം ഒരു സോസും വരും കേട്ടോ. ഇത് മുകളിലൂടെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ആണ്. ഇത് പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ, എന്നാലേ ഫുള്ളാകുകയും ചെയ്യും, നമ്മൾ ലൈറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഞാൻ ഇന്നിച്ചിട്ട് നേരത്തെ എഴുന്നേറ്റിട്ട്, ഐസക്ക് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല. ഐസക്ക് കിടക്കാണ്. എനിക്ക് രാവിലെ എന്തായാലും എഴുന്നേൽക്കുമ്പോൾ ഒരു കോഫി കുടിക്കണം കേട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ദിവസം ഫുൾ എനർജി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കോഫി ഉണ്ടാക്കാനായിട്ട് വന്നതാണ്. ഇവിടെ നമുക്ക് കോഫി മെഷീനും കാര്യങ്ങളും കോഫി പൗഡറും എല്ലാം വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ റൂമിൻ്റെ റേറ്റ് എപ്പോഴും സെയിം ആയിരിക്കില്ല. നമ്മൾ ഓൺലൈൻ കൂടി ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവൈലബിലിറ്റി അനുസരിച്ചും സീസൺ അനുസരിച്ചും ഒക്കെ ഈ റേറ്റ് മാറാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം 12 മണിക്കാണ് ചെക്ക് ഔട്ട്. 11 ഓൾറെഡി ആയി. ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പോകാനായിട്ട്. ഐസൊക്കെ എപ്പോഴും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഐസൊക്കെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകണം. ഞാൻ ഐസക്കിനെ വിളിക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഒരു സ്റ്റേക്കേഷൻ വിശേഷങ്ങളൊക്കെ. നല്ലൊരു സ്റ്റേ ആയിരുന്നു. ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ സോന സ്റ്റീം റൂം ഒന്നും വർക്കിംഗ് അല്ലായിരുന്നു. അതെന്ത് കംപ്ലയിൻ്റ് ആയിട്ട് അവരത് ശരിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വിഷമമായിപ്പോയി. പക്ഷെ ബാക്കിയെല്ലാം കൊള്ളായിരുന്നു. പൂളാണെങ്കിൽ ഇൻഡോർ പൂളാണ്. ഇൻഡോർ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പം വെയിലത്ത് ഈ ഔട്ട്ഡോർ പൂളിൽ ടെറസ് പൂളൊക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയി സ്വിം ചെയ്യാനൊക്കെ. കാരണം രാവിലെ യൂഷ്വലി ഒരു 8 മണി തൊട്ടൊക്കെ ആയിരിക്കും ഈ ടൈമിങ് വരുന്നത്. അപ്പോൾ 8 മണി തൊട്ടൊന്നും നമുക്ക് അവിടെ കയറാനേ പറ്റില്ല, വെയിലായിരിക്കും. പിന്നെ ഒരു 6 മണി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. 6 മണി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. കാരണം എല്ലാവരും ആ ഒരു ടൈമിന് വേണ്ടി നോക്കിയിരിക്കായിരിക്കുമല്ലോ. അപ്പോൾ എപ്പോഴും ഇൻഡോർ പൂൾസ് തന്നെയാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഇൻഡോർ പൂൾ ആയതുകൊണ്ട് തന്നെ പൂള് നല്ലതായിരുന്നു. കാരണം നമുക്ക് അധികം വെയിലും ഒന്നും കൊള്ളണ്ട, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പോയിട്ട് സ്വിം ചെയ്യാം. അത് നല്ലതായിരുന്നു. പിന്നെ ഇത് നല്ലതായിരുന്നു. അപ്പാർട്ട്മെൻറ്റ് നല്ലതായിരുന്നു. നല്ല സൗകര്യമൊക്കെയുള്ള, എന്നാൽ കാണാൻ നല്ല രസമുള്ള ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ കുറേ നേരം TV ഒക്കെ കണ്ട് സംസാരിച്ച് ചില്ല് ചെയ്തിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും പോകാനുള്ള സമയം. അപ്പോൾ നമ്മൾ പോവാണ്. ഞാൻ ഐസിക്കിനെ വിളിച്ചിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബുക്കിംഗ് ലിങ്കും ബാക്കി അമ്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഐസിക്കിനെ വിളിക്കാം. ബാക്കിയെല്ലാം ചടപടേന്നായിരുന്നു കേട്ടോ. ഐസക്കിനെ വിളിച്ച് നമ്മൾ വേഗം തന്നെ ഇറങ്ങിയത്. ഇതാണ് കേട്ടോ ഹോട്ടല്. നമ്മൾ തിരിച്ച് പോവുകയാണ്. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പം നമ്മൾ നേരെ പോകുന്ന വീട്ടിലേക്കല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കുള്ളൂ പോകുന്നത്. സൂപ്പർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അൽമീര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അൽമീരയിൽ എത്തി കേട്ടോ. ഇനി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ആക്ച്വലി ഞങ്ങൾക്ക് അധികം ഒരുപാടൊന്നും വാങ്ങിക്കാനില്ല. കാരണം നമ്മൾ വീക്ക്ലി ഗ്രോസറി ഷോപ്പിങ്ങിൻ്റെ ടൈമിൽ നമ്മളെല്ലാം വാങ്ങിച്ചാണ്. മറന്നുപോയ കുറച്ച് ഐറ്റംസ് വാങ്ങാനായിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. നമുക്ക് വേഗം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ഒരു കുട്ടി വ്ളോഗ്. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു. ഇനിയും കൂടുതൽ ഖത്തർ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരെ ബായ്.